എമ്പുരാൻ കണ്ടിറങ്ങിയവരാണ്. ഇപ്പോൾ എൻ്റെ സിറ്റിയിൽ ഇന്നായിരുന്നു റിലീസ്. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ ഷോ വന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ പറയുന്ന ഹൈപ്പ് അങ്ങ് പീക്ക് ലെവലിൽ വെച്ചു. പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫറിൽ കിട്ടിയ ഒരു ഗൂസ് പമ്പ് പരിപാടിയില്ലേ, അതിൻ്റെ ഒരു പീക്ക് ലെവൽ പിടിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ ആദ്യത്തെ 2 ദിവസം നാട്ടിലെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹൈപ്പില്ല, തേങ്ങയാണ്, ഭയങ്കര മിക്സ്ഡ് റിവ്യൂ ഒക്കെ കണ്ട് ആകെ ഹൈപ്പ് പോയി. അയ്യോ, ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകാം എന്നൊരു ഇതിലാണ് ഞാൻ പോയത്. അപ്പോൾ ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു സാധനം കിട്ടി. ഇന്നേ വരെ മലയാളികൾ കാണാത്തൊരു സാധനം ലൂസിഫർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, അതേ ഒരു ഇമ്പാക്റ്റ് ഇന്നേ വരെ മലയാളികൾ കാണാത്തൊരു തരത്തിലുള്ള ഷൂട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെ എമ്പുരാനിലും ഉണ്ട്. ഇനിയിപ്പോൾ 3-ാം ഭാഗത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയും ഇതേവരെ മലയാളികൾ കാണാത്ത അടുത്തൊരു സെറ്റപ്പ് 3-ാം ഭാഗത്തിലുണ്ടെന്ന് പറയില്ലേ, അതേപോലെ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം കലക്കി. ഇതിൽ ഓരോ ഫ്രെയിമും ഓരോ രീതിയിലായിരിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലായാലും ശരി, പല തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് സെൻസർ ബോർഡിലായാലും കുറേ കട്ടിങ്ങും ഷേവിങ്ങും നടത്തുമെന്നും പറയുന്നുണ്ട്. പലവരുടെയും ഇൻഫ്ലുവൻസൊക്കെ കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ മുറിയുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കാണുന്നതായിരിക്കും പടം നല്ലത്. ഇപ്പോൾ നല്ല ഓളത്തിലിരുന്ന് കാണാം. ആവശ്യത്തിന് ഇടിയും ആവശ്യത്തിന് നല്ല കിഡിലും ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചിൽ മൂഡ് പടമാണ്. ഒരു 2-3 കൂട്ടുകാരുടെ കൂടെ പോവുക, അങ്ങോട്ട് കാണാം. ഒറ്റയ്ക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നിട്ട് കാണാം. നല്ല അടിപൊളി പടമാണ്. ഇനി പടത്തിന് ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകെ ഒരു കുറവായിട്ട് തോന്നിയത്, നമ്മൾ മോഹൻലാലിനെ വളരെ ആർഭാടമായിട്ട് പ്രതീക്ഷിക്കും ലൂസിഫറിലും, പക്ഷെ ഇച്ചിരി സ്ക്രീൻ സ്പേസിലേ ഉള്ളൂ. അതേ സ്കീം തന്നെയാണ് എമ്പുരാനിലും വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്ന് നമ്മുടെ മഞ്ജു വാര്യർ തൂത്ത് വാരിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇന്ദ്രജിത്ത്. ഈ 2 ആൾക്കാരാണ് ആർഭാടമായിട്ട് അങ്ങോട്ട് വാരിയേക്കണേ. അപ്പോൾ മൊത്തത്തിലൊന്ന് കൂട്ടിക്കിഴിച്ചൊക്കെ കൂടി വായിച്ച് നോക്കുകയാണെങ്കിൽ 3-ാം ഭാഗം ഒന്നും കൂടി കലക്കേണ്ടതാണ്. കാരണം മൊത്തം കളങ്ങൾ കിടക്കുകയാണല്ലോ. അതായത് കുറേ ഡോട്ട്സ് അവിടെ ഇങ്ങനെ ബാക്കി ഇട്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര സ്കാറ്റർ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് കുത്തിക്കുഴച്ച് വരുമ്പോൾ എങ്ങനെയാവും എന്നെനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് നല്ല രീതിയിൽ കുഴച്ചാൽ കിഡിലനാക്കാൻ പറ്റിയൊരു സംഭവം അവിടെ ഇട്ടിട്ടുണ്ട്, ബേസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നണില്ല. എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ കൂടെ ഉണ്ടായവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒക്കെ ഓരോരുത്തർ പടം വളരെ വലുതായി പോയി അങ്ങനെ ഇതൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഒരു സാധാരണ എല്ലാ പടവും കാണുന്ന ഒരാൾക്ക് എന്തായാലും ഒരു പുതിയ അനുഭവമായിരിക്കും. ഹോളിവുഡ് ഫ്രെയിമിൽ മലയാളം പറയുന്ന അഭിനയ ലൈക്ക് ആക്ടേഴ്സ്, അതൊരു വേറൊരു സെറ്റപ്പാണ്. കിഡിലൻ ഫ്രെയിമുകളെന്നൊക്കെ പറഞ്ഞുമ്പോൾ നമ്മളൊരു ലോകം ചുറ്റി വന്നൊരു ഫീല് കിട്ടും. എല്ലായിടത്തും പോകുന്നുണ്ട്, അടിപൊളിയാണ്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നമ്മുടെ സുരാജേട്ടൻ പറഞ്ഞ ജംഗിൾ പൊളി ആയിട്ടില്ലേ, അതും കിട്ടും. കഥ ഭയങ്കര അങ്ങോട്ട് വലിച്ചു നീട്ടിയ പോലെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ക്ലൈമാക്സിലെ ഇടിയും ഒരു ഇച്ചിരി വലിച്ചു നീട്ടിയ പോലെ തോന്നി. ഈ രണ്ട് നെഗറ്റീവ് മാത്രമേ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇങ്ങനത്തെ ഒരു പടം എമ്പുരാന് മുന്നോ എമ്പുരാന് ശേഷം ഉണ്ടാവുമെന്ന് വെച്ചുണ്ടാവാം, ഉണ്ടായിട്ടില്ല. അപ്പോൾ പരമാവധി നിങ്ങളുടെ അടുത്തുള്ള നല്ല സ്ക്രീനിൽ പോയി കാണുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പോളണ്ടിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ട ഷോയ്ക്ക് തിയേറ്റർ ഫുള്ള് മലയാളികളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മലയാളികൾ ഒരുമിച്ച് കാണുന്നത്. ഞാൻ സർപ്രൈസ് ആയിപ്പോയി അങ്ങോട്ട്. അതേപോലെ തന്നെ പോളണ്ടിൽ ഇപ്പോൾ ഇതേവരെ നടക്കാത്ത സംഭവങ്ങളൊക്കെ നടക്കണേ. ഹൗസ്ഫുൾ ഷോസിൻ്റെ പൂരപ്പറമ്പാണ്. ഇപ്പോൾ വാർസോയിലായാലും ശരി, ബ്രസ്ലോയിലായാലും ശരി, ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ് ഓൾമോസ്റ്റ് എല്ലാ ഷോകളും. ഞാനേ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുക്കണേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തി വെക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ജനലടയ്ക്കുന്ന ഒച്ചകൾ ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പോവുകയാണ്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടോ. ഇങ്ങനത്തെ ഒരു ചാൻസ് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശരി, ബൈ.